മാതാവേ ഈ PF അവിടെ ഉണ്ടാവില്ലെന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് 2-3 ആഴ്ച കഴിഞ്ഞ് എക്കോ ചെയ്ത് നോക്കിയപ്പം ആ PF അവിടെ ഇല്ല. വിതിൻ 2 years ഓഫ് ലൈഫിൽ അടഞ്ഞു പോകേണ്ട ആ PF ഇത്രയും പ്രായമായപ്പം മാതാവിൻ്റെ തൈലം പുരട്ടി അതടഞ്ഞു. അപ്പം അത് കഴിഞ്ഞു. അപ്പം എൻ്റെ ഡോക്ടേഴ്സ് എല്ലാം പറഞ്ഞത്, നമ്മുടെ മുഖത്ത് നോക്കി അവരിങ്ങോട്ട് ചോദിക്കും, നിങ്ങൾക്കറിയണോ നിങ്ങളുടെ പ്രോഗ്നോസിസ്? അപ്പോൾ അവരെന്നോട് ചോദിച്ചു, നിനക്കറിയണോ? അപ്പോൾ അവരെന്നോട് പറഞ്ഞ പ്രോഗ്നോസിസ് എത്ര കാലം ജീവിക്കും എന്ന് പറഞ്ഞത് വളരെ മോശമായ ഒരു സമയമായിരുന്നു എന്നോട് പറഞ്ഞത്. അതിനുശേഷം എൻ്റെ ആൻറ്റി ഇവിടെ വേറെ ലേക്ക് ഷോറിൽ ഒരു ഓൺകോളജിസ്റ്റിനെയും കണ്ടു. അപ്പോൾ അതിന് മോശമായ ഒരു പരിധിയാണ് അവരെനിക്ക് പറഞ്ഞത്. അപ്പം ഞാൻ മാതാവിനോട് പറഞ്ഞു, മാതാവേ, നീ നിൻ്റെ മകൻ്റെ കൂടെ 33 വർഷം ജീവിച്ചല്ലോ. ഞാൻ എൻ്റെ മക്കൾക്ക് 8 വയസ്സും 3 വയസ്സും അല്ലേ ആയിട്ടുള്ളൂ. എനിക്ക് നീ സഞ്ചാരി മാതാവ്, സമയത്തിൻ്റെ മാതാവല്ലേ, എനിക്ക് സമയം കൂട്ടി തന്നെ മാതാവേ എന്ന് പറഞ്ഞു. അത് കഴിഞ്ഞ് അതിനുശേഷമുള്ള എല്ലാ MRIയിലും ഡോക്ടേഴ്സിന് വരെ അതിശയാണ്. കാരണം എൻ്റെ കീമോതെറാപ്പിയുടെ മരുന്ന് എഫക്റ്റീവ് ആവില്ല എന്ന് അവർ വിധി എഴുതിയ ടാബ്ലറ്റ്. അതുകൊണ്ടല്ല ഞാൻ സുഖപ്പെട്ടതെന്ന് എനിക്ക് നല്ല ഉറപ്പാണ്. എൻ്റെ മാതാവും ഈശോ അപ്പയുമാണ് എന്നെ സുഖപ്പെടുത്തിയത്. നോ മോർ ഗ്രോത്താണ്. അപ്പം ഞാൻ എന്നും ഈ ഉടമ്പടി, ഓൺലൈനിൽ ഉടമ്പടി കൂടുമ്പോഴും അതേപോലെ തന്നെ ഈ യൂട്യൂബിലെ സാക്ഷ്യങ്ങൾ കേൾക്കുമ്പോഴും ഞാൻ ഈ മാതാവിൻ്റെ ഈ രൂപം കാണുമ്പോൾ ഞാൻ എന്നും പറയും, എൻ്റെ മാതാവേ, എനിക്ക് ഒന്ന് വന്ന അമ്മേനെ കാണാൻ പറ്റണേ. എനിക്കറിയാം എനിക്കിവിടെ വരാൻ പറ്റിയ അത് സാക്ഷ്യം പറയാൻ വേണ്ടിയിട്ടായിരിക്കുമെന്ന്. കാരണം അവരെന്നോട് പറഞ്ഞത്, എനിക്ക് ഫ്ലൈറ്റിൽ ട്രാവൽ ചെയ്യാൻ പറ്റില്ല, കാരണം ബ്രെയിനിലെ ക്യാൻസർ ആയതുകൊണ്ട് അത് സ്പ്രെഡ് ചെയ്ത് ക്യാബിൻ പ്രഷറൊക്കെ കൂടുമ്പം അത് ബേസ്റ്റ് ആവാം. അപ്പോൾ അതുകൊണ്ട് അങ്ങനെ ഒരു ഫ്ലൈറ്റ് ട്രാവൽ ക്ലിയറൻസ് എനിക്ക് തന്നിരുന്നില്ല. അപ്പോൾ അതിനുശേഷമുള്ള എൻ്റെ 3 MRIയും നോർമലായിരുന്നു. അപ്പോൾ എനിക്ക് അവർ ഈ ലാസ്റ്റ് ഫെബ്രുവരിയിൽ എനിക്ക് എൻ്റെ ജാനുവരിയിൽ എല്ലാ ട്രീറ്റ്മെൻറ്റും കംപ്ലീറ്റായി. അതിന് ശേഷമുള്ള MRIയും ഓക്കെ ആയിരുന്നു. അപ്പോൾ അവരെനിക്ക് ഫ്ലൈറ്റ് ട്രാവൽ ക്ലിയറൻസ് തന്നു. അങ്ങനെ ഞങ്ങൾ ഇവിടെ എത്തി.